ഹായ്! ഇന്ന് നമുക്കൊരു നാടൻ കടച്ചക്കത്തീയൽ കണ്ടാലോ? അതിനു വേണ്ടി ഞാനൊരു മീഡിയം കടച്ചക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതിന് ചെറിയൊരു പശപശപ്പുള്ളത് കൊണ്ട് ചെത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. രണ്ടും കൽപ്പിച്ച് ചെത്തി കുട്ടപ്പനാക്കി ഇങ്ങെടുത്തു. ദേ കണ്ടില്ലേ, വെള്ളത്തിൽ കിടന്ന് നീന്തി കുളിക്കുക കൊച്ചു കള്ളൻ. പിന്നെ വേറൊന്നും നോക്കിയില്ല, വെട്ടിക്കൂട്ടുക തന്നെ. തീയലിന് അരിയുമ്പോൾ ഒരുപാട് വലുപ്പത്തിലും വേണ്ട, എന്നാൽ തീരെ ചെറുതാക്കിയും വേണ്ട, ഒരു മീഡിയം സൈസിൽ ദേ ഇതുപോലെ നമുക്കങ്ങ് അരിഞ്ഞെടുക്കാം കേട്ടോ. സത്യത്തിൽ നമ്മളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാണല്ലേ. എന്തുമാത്രം രുചിയുള്ള പലതരം ഭക്ഷണങ്ങൾ അല്ലേ. ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ ഭക്ഷണങ്ങളൊന്നും ആസ്വദിക്കാനുള്ള കഴിവ് നമുക്കില്ലായിരുന്നെങ്കിലോ? അങ്ങനെ ആലോചിച്ചിരിക്കുന്ന നേരം കൊണ്ട് ദേ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്കക്കുട്ടന്മാരൊക്കെ ഒന്ന് കുളിച്ച് കയറാമെന്ന് കരുതി വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. പിന്നെ അവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുത്ത് ദേ വേവിക്കാനായിട്ടുള്ള ചട്ടിയിലേക്ക് അങ്ങ് തട്ടി. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അതിലേക്കൊരു 2 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയും. ഇനി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം നമുക്ക്. അതവിടെ ഇരുന്നൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തീയലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ 3 പച്ചമുളക് എടുക്കുന്നുണ്ട്, ഒരു ചെറിയ സബോള എടുക്കുന്നുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 ചുവന്നുള്ളി, പിന്നെ ഒരു ചെറിയ തക്കാളിപ്പഴം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ ആളെ പറയാൻ മറന്നുപോയി, 2-3 അല്ലി വെളുത്തുള്ളി കൂടെ. ഇനി ഇവരെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പറഞ്ഞു തീരും മുമ്പേ തന്നെ എല്ലാം കൂടെ വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. ഇനി നമുക്ക് സബോള അരിഞ്ഞെടുക്കാം. ഞാൻ ദേ കുഞ്ഞു കുഞ്ഞായി കനം കുറച്ച് നീളത്തിലാട്ടോ അരിഞ്ഞെടുക്കുന്നത്. ദേ ഇതുപോലെ. ഇനി തക്കാളി നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അടുത്തത് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞെടുക്കാം. ഞാൻ ദേ നീളത്തിലാണ് ചുവന്നുള്ളി അരിഞ്ഞെടുക്കുന്നത്. അടുത്തത് നമുക്ക് പച്ചമുളക് അരിഞ്ഞെടുക്കാം. അതും ഞാൻ ചരിച്ച് നീളത്തിലാണ് അരിയുന്നത്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. ഞാനിത് കുഞ്ഞായി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതെനിക്കൊന്ന് ചതച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ആ കുട്ടനിയിലിട്ട് ചതയ്ക്കുമ്പോഴേക്കും ഒരെളുപ്പത്തിന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. അങ്ങനെ അരിഞ്ഞെടുത്തതെല്ലാം ഞാൻ കുട്ടനിയിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട ഇടുന്നുണ്ട്, 2 കഷ്ണം ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് പെരിഞ്ജീരകവും കൂടെ. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. തൊട്ട് പിറകെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സബോളയും പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ഒന്ന് വാടി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് തട്ടിപ്പൊത്തി ഒരു 2 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. അങ്ങനെ തക്കാളിയിലെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ദേ ഇപ്പോൾ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ വരണ്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർത്ത് കൊടുക്കാം.
നമ്മുടെ കടച്ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടേ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മിക്സിങ്ങിൽ ഒരു ദാക്ഷിണ്യവും വേണ്ട. അങ്ങനെ കടച്ചക്ക അതുമായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ടേ. ഞാൻ അതിലേക്ക് ചേർക്കാൻ ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി പിഴിഞ്ഞ് വെള്ളമാക്കി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. പുളി എല്ലായിടത്തും ഒന്ന് പിടിക്കാനായിട്ടാണേ. ഇനി നമുക്ക് 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്ന് നിൽപ്പുണ്ടേ. ഈ സമയത്ത് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫൈനലി കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് ഇളക്കിയെടുത്താൽ നമ്മുടെ കടച്ചക്ക തീയൽ റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.